അപ്പോൾ കാർഗിൽ മെമ്മോറിയലിൻ്റെ കാഴ്ചകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാർഗിൽ മെമ്മോറിയലിൻ്റെ ആ ഒരു വ്ളോഗ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലേലിസ്റ്റിലുണ്ട്, അതും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മളുള്ളത് ദ്രാസിലാണ്. ദ്രാസിൽ നിന്നും ലേയിലേക്കുള്ള യാത്രയിലാണ്. ഇനി ലേയിലെത്തിയതിനു ശേഷം ലേയിൽ നിന്ന് നമുക്ക് കർദുംഗ്ല പാസ് കയറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദ്രാസിൽ നിന്നും അതിരാവിലെ തന്നെ നമ്മുടെ യാത്ര തിരിച്ചിട്ടുണ്ട് കേട്ടോ. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു തകർപ്പൻ വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നല്ല സൂര്യ വെളിച്ചത്തിൽ എത്തിയിട്ടുണ്ട്. സൂര്യൻ്റെ വെളിച്ചം ഒത്തിരി ഉണ്ടെങ്കിലും തണുപ്പിനൊട്ടും മാറ്റമില്ല. നല്ല തണുപ്പാണ് ഇവിടെ. വെളിച്ചം മാത്രമേ സൂര്യന് ഇവിടെ നൽകാൻ കഴിയുന്നുള്ളൂ. ഇവിടെ എല്ലാം നല്ല മഞ്ഞ് മൂടുന്ന പ്രദേശങ്ങളാണ്. ഡിസംബർ നവംബർ മാസങ്ങളിലൊക്കെ. ഇപ്പോൾ നമ്മൾ ദ്രാസിലാണുള്ളത്. ഇവിടെ നിന്നും ഇന്ന് തന്നെ ലേ പിടിക്കണം. ലേയിൽ നിന്ന് കർദുംഗ്ലയും കൂടെ കയറിയിട്ട് വേണം ഇന്നത്തെ ദിവസം നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ തിരക്ക് ഒട്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല സ്പീഡിലാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ദ്രാസിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളെല്ലാം ഈ മലനിരകൾക്കിടയിൽ കാണാൻ പറ്റും. എത്രത്തോളം വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നുണ്ട് എന്നെനിക്കറിയില്ല. എങ്കിലും ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളും എല്ലാം ഈ ഒരു മലനിരകൾക്കിടയിൽ തന്നെ ഉണ്ട്. ഇനി ലേ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ദ്രാസിൽ നിന്ന് തന്നെ പെട്രോളൊക്കെ അടിച്ചിട്ട് വേണം നമ്മളെ ലേക്ക് തിരിക്കാൻ. അതുമാത്രമല്ല, ആവശ്യത്തിനുള്ള ഫുഡും കരുതിയിരിക്കണം. ഒരു ചെറിയ കടകൾ പോലും ഈ ഒരു പ്രദേശങ്ങളിലില്ല. സത്യത്തിൽ ഈ ഒരു സൂര്യന് ഈ ഒരു വെളിച്ചം മാത്രമേ ഈ ഒരു പ്രദേശത്ത് നൽകാൻ കഴിയുന്നുള്ളൂ. നല്ല കിടിലം തണുപ്പാണ്. ഞങ്ങൾ തന്നെ 2-3 ടീഷർട്ടുകൾ ഉള്ളിലിട്ട് അതിൻ്റെ മണ്ടയിൽ റൈഡിങ് ജാക്കറ്റ് ഇട്ട് അങ്ങനെയൊക്കെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, വെള്ളം ആവശ്യത്തിൽ കൂടുതൽ കുടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ തന്നെ നമ്മൾ തളർന്നു പോകുന്നതായിരിക്കും. പിന്നെ അധികം തിരക്കില്ലാത്ത റോഡുകളാണ്. മനോഹരമായി നമുക്ക് ആസ്വദിച്ച് തന്നെ ഈ ഒരു റൂട്ടിൽ കൂടെ നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ കഴിയും. ഒത്തിരി കാഴ്ചകളാണ് ഈ ഒരു റൂട്ടിലുള്ളത്. അങ്ങനെ ഞങ്ങൾ വഴിയരികിൽ കണ്ട ഒരു പ്രയർ വീലാണിത്. ബുദ്ധിസ്റ്റുകളുടെ ഒരു പ്രയർ വീല്. ഇവിടങ്ങളിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ബുദ്ധിസ്റ്റ് കൾച്ചറിൻ്റെ ഈ ഒരു പ്രയർ വീൽ എന്നുള്ളത്. ഇത് വലത്തോട്ടോ ഇടത്തോട്ടോ ആണ് കറക്കേണ്ടത്. സത്യത്തിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കറക്കി നോക്കിയതേ ഉള്ളൂ. ഇത്തരത്തിൽ മനോഹരമായ വ്യത്യസ്തമായ കാഴ്ചകളിൽ കൂടി ഞങ്ങളുടെ യാത്ര ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ആ ഒരു ഒഴുക്കിനൊത്ത് താളത്തിനൊത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒത്തിരി നാളത്തെ ആഗ്രഹം സഫലീകരിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷത്തിൽ കൂടിയാണ് ഞങ്ങളുടെ ഈ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും തന്നെ ബോറടിയില്ലാതെ ശാന്തമായി സമാധാനമായിട്ടൊരു യാത്ര. അതാണ് ഈ ഒരു ലഡാക്ക് യാത്ര നമുക്ക് സമ്മാനിക്കുന്നത്. ബൈക്കിലിരുന്നു കൊണ്ട് തന്നെ പരസ്പരം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചും ചിരിച്ചും കളിച്ചുമൊക്കെയാണ് ഈ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. 1-1.5 മാസം കൊണ്ട് ഞങ്ങളുടെ യാത്ര ഈ ഒരു വാഹനങ്ങളിൽ മാത്രമാണ്. ഞങ്ങളും ഞങ്ങളുടെ ബൈക്കുകളും മാത്രം. പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഇങ്ങനെ ബാഗിൽ കെട്ടി വെച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അത് വേറൊരു ഒന്നിനും നൽകാൻ കഴിയാത്ത ഒരു അഡിക്ഷനാണ് ഈ ഒരു യാത്ര ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളോട് കോമണായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയേറെ പൈസയും ഇത്രയേറെ സമയവും ഇത്രയേറെ ദൂരം ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്തിട്ട് എന്താണ് നേടുന്നതെന്ന്. ആ നേടുന്നതൊന്നും ഞങ്ങൾക്ക് കയ്യിലെടുത്ത് കാണിച്ചു തരാൻ കഴിയുന്നതല്ല. അത് ഇവിടെ വന്ന് അനുഭവിച്ച് ഓരോ നിമിഷവും അനുഭവിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അത് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണം എന്ന് പോലും ഞങ്ങൾക്ക് പറഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള യാത്രകൾ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. അത് മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും ഏറ്റവും കൂടുതൽ മനോഹരമാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും യാത്രകൾ. അതാണ് യാത്രകൾക്ക് നൽകാൻ കഴിയുന്നതും. സത്യത്തിൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു യന്ത്രം പോലെ ജീവിക്കാതെ ഇത്തരത്തിൽ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കുക, നമ്മുടെ രാജ്യവും നമ്മുടെ നാട് ഒന്ന് കാണാൻ ശ്രമിക്കുക, അതും കൂടെയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ ശ്രമിക്കുക. എങ്കിലും നമ്മളിവിടെ ഭൂമിയിൽ വന്ന് ജനിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റി, എന്തെങ്കിലുമൊക്കെ അനുഭവിക്കാൻ പറ്റി എന്നൊരു ഫീല് നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിയുന്നതും എല്ലാവരും യാത്ര ചെയ്യാൻ ശ്രമിക്കുക. കഴിയുന്ന രീതിയിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുക.
ഇപ്പം ബൈക്കെടുത്ത് ലഡാക്കിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് തന്നെ ഒത്തിരി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കാണാൻ ശ്രമിക്കുക. യാത്രയിൽ നിന്ന് കിട്ടുന്ന ലഹരി വേറെ ഒന്നിൽ നിന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. യാത്രയോളം ലഹരി പിടിപ്പിക്കുന്ന മറ്റൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് കയറ്റമാണ്. എത്രത്തോളം കയറ്റമാണെന്ന് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഞങ്ങളിപ്പോൾ മറ്റൊരു ടോപ്പിലെത്തി നിൽക്കുകയാണ്. ഞങ്ങൾ കയറി വന്ന വഴികളാണ് ഈ താഴെ കാണുന്നതൊക്കെ. ഇവിടെ എത്രമാത്രം കാറ്റാണ് അടിക്കുന്നത് കണ്ടോ. ഒരുപാട് ഹൈറ്റിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊരു 11,000-12,000 അടി ഉയരത്തിലാണ് സീ ലെവലിൽ നിന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മനോഹരമായ അതിശക്തമായ കാറ്റാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുമാത്രമല്ല ഈ ഒരു പ്രയർ ഫ്ലാഗ്സൊക്കെ ഇവിടെ കിടന്ന് ഇങ്ങനെ ആ ഒരു കാറ്റിൽ പറക്കുന്നത് കാണുമ്പോഴൊക്കെ ഉള്ള മനോഹരമായൊരു ഫീലിങ്സാണത്. ഇത്രയും ദൂരം ഇത്രയും ഹൈറ്റിലേക്ക് നമ്മൾ ഇങ്ങനെ നമ്മുടെ വാഹനവുമായി യാത്ര ചെയ്തെത്തുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു ഫീലാണ്. ഇനി ഏതാനും കുറച്ച് കിലോമീറ്റർ കൂടെ പോയാൽ നമ്മൾ ലേയിലെത്തും. ലേയിൽ നമ്മളെ കാത്തിരിക്കുന്നത് വേറൊരു അത്ഭുതകരമായ കാഴ്ചയാണ്. ലേയിലെത്തിയപ്പോൾ ഞങ്ങളുടെ വണ്ടികളെല്ലാം ലേ പോലീസ് പൊക്കി. വേറെ ഒന്നിനുമല്ല, നോ പാർക്കിങ്ങിലാണ് ഞങ്ങൾ വണ്ടികളെല്ലാം വെച്ചത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു സീനായി. സത്യം പറഞ്ഞാൽ ഇവിടെ നോ പാർക്കിങ്ങിൻ്റെ ബോർഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പാർക്കിങ്ങിൽ വണ്ടി വെച്ച് നേരെ ലേ പാലസ് കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് വണ്ടികളെല്ലാം ഈ രീതിയിലാണ് ലോക്കായത്. പിന്നെ കുറേ നേരം സംസാരിച്ചതിന് ശേഷം നമ്മൾ എല്ലാ വണ്ടിക്കും കൂടെ 3,000 രൂപ ഫൈൻ അടച്ചിട്ടാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെ നിന്നപ്പോഴാണ് ഈ ഒരു ഫൈറ്റർ ജെറ്റ് ഇങ്ങനെ ആകാശത്തൂടെ പോകുന്നത് കണ്ടത്. ഇവിടെ ലേയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ജെറ്റിനെ കാണുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ആകാംക്ഷ തോന്നും. ഇവിടെ നിന്നും കർദുങ്കിലേക്കുള്ള കിലോമീറ്റർ എഴുതിയ ബോർഡും കാണാം. ഇനി ലേയിൽ നിന്നും 39-40 കിലോമീറ്ററാണ് കർദുങ്കല ടോപ്പിലേക്കുള്ളത്. അപ്പോൾ ഞങ്ങൾ പയ്യെ മഞ്ഞുമലകൾ വീണ്ടും കണ്ടു തുടങ്ങി. മനോഹരമായ മഞ്ഞുമലകളും അതിൻ്റെ ഇടയിൽ കൂടെയുള്ള ഈ ഒരു യാത്രയും അതിമനോഹരം തന്നെയാണ്. ലേയിലെത്തിയപ്പോൾ ലേ പോലീസ് പൊക്കിയത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ട്രിപ്പിൽ ഉടനീളം സംഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് മഞ്ഞ് കണ്ട് മഞ്ഞ് വാരാൻ തുടങ്ങി. കർദുങ്കല ടോപ്പ് എത്തിയില്ല, അതിന് മുമ്പേ നമ്മൾ മഞ്ഞ് വാരി കളിയൊക്കെ തുടങ്ങി. വീണ്ടും നമ്മൾ കർദുങ്കല ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ വളവുകൾ തിരിയും തോറും മഞ്ഞിങ്ങനെ കൂടിയും ഞങ്ങളുടെ ശ്വാസം ഇങ്ങനെ കുറഞ്ഞു വന്നു തുടങ്ങി. സത്യം പറഞ്ഞാൽ നമ്മൾ ഓക്സിജൻ സംബന്ധമായിട്ടുള്ള സിലിണ്ടറോ ടാബ്ലറ്റോ ഒന്നും എടുക്കാതുള്ള യാത്രയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ടെൻഷൻ ഉണ്ട് ഉള്ളിൽ. എങ്കിലും നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു സീനില്ല, എങ്കിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്ര. അങ്ങനെ മഞ്ഞിങ്ങനെ ഓരോ വളവ് തിരിയും തോറും ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. കാഴ്ചകളുടെ ആ മനോഹരമായ ദൃശ്യ ഭംഗിയെന്ന് പറയൂലേ, അതിങ്ങനെ ഹൈപ്പിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചോക്ലേറ്റ് പോലത്തെ മലനിരകളും ആ മലനിരകളിലേക്ക് വീട് കിടക്കുന്ന മഞ്ഞും. അങ്ങനെ നമ്മൾ അവസാനം കർദുങ്കല ടോപ്പിലേക്ക് ഇനി ഏകദേശം കുറച്ച് നിമിഷങ്ങളും കൂടെ നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്ത നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി, കർദുങ്കല ടോപ്പ്. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു മഞ്ഞിൻ്റെ കുറവുള്ളത്. ഈ ഒരു മാസമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ, ലഡാക്കിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന മാസവും. നവംബർ-ഡിസംബർ മാസത്തിലേക്ക് ക്ലോസ് ചെയ്യുന്ന റോഡുകളാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു സമയം ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അതുമാത്രമല്ല നമ്മുടെ സഹായത്തിനായിട്ട് ആർമിയുടെ ആംബുലൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ കാണും. ഇനി കർദുങ്കല ടോപ്പിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്കും ഇങ്ങനെ സജ്ജീകരണങ്ങൾ കാണും. അതുകൊണ്ട് ഒട്ടും പേടിക്കാതെ തന്നെ നമുക്ക് കയറി വരാൻ പറ്റും. ഈ ഒരു വളവ് തിരിയുന്നതോടുകൂടി നമ്മൾ കർദുങ്കല ടോപ്പിലെത്തിയാണ്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ സ്വപ്നം കണ്ട ആ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് കർദുങ്കല ടോപ്പ്. ഇവിടെ അധിക നേരം നിൽക്കാൻ പാടില്ല എന്നാണ്. ഒരു 10, 15, 20 മിനിറ്റോ നിന്ന് പോകേണ്ടതാണ്. അത് ഇവിടെ എത്തുമ്പോഴുള്ള ക്ലൈമറ്റിനെ അപേക്ഷിച്ചിരിക്കും ആ ഒരു കാര്യം. ചിലപ്പോൾ അരമണിക്കൂറിൽ കൂടുതലൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റിയെന്ന് വരാം.
അതെല്ലാം ഇവിടുത്തെ കാലാവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇവിടെ നമുക്ക് എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം കർത്തുങ്കല ടോപ്പിൻ്റെ മണ്ടേ കയറുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. അങ്ങനെ മഞ്ഞ് കാണാൻ എത്തിയ ഞങ്ങൾക്ക് ഒത്തിരി മഞ്ഞാണ് ഇവിടെ കർത്തുങ്കല ടോപ്പിൽ കിട്ടിയത്. ഈ ഒരു മഞ്ഞ് കൈ കിട്ടിയപ്പോൾ ഞങ്ങൾ സത്യത്തിൽ ഞങ്ങളുടെ പ്രായം തന്നെ മറന്നുപോയി എന്ന് തന്നെ പറയാം. ആ രീതിയിലുള്ള അർമാദനമാണ് ഇവിടെ നടത്തിയത്. അങ്ങനെ നമ്മൾ കർത്തുങ്കലയിൽ നിന്ന് താഴെ ഇറങ്ങി ചെറിയൊരു പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ അതിനെക്കാട്ടിയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇങ്ങനെ ചെമ്മരിയാടുകളും അല്ലാത്ത സാധാ ആടുകളെയൊക്കെ ഇങ്ങനെ മേയ്ക്കുന്ന ഒരു താഴ്വാരം. നമ്മൾ ഏതോ ഒരു ചിത്രകാരൻ വരച്ചു വെച്ച ചിത്രത്തിലെ ഫ്രെയിം പോലെ ഇങ്ങനെ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനോഹരമാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ ഈ ഒരു കാഴ്ച കാണാനൊക്കെ. അരുമയായി അവർ വളർത്തുന്ന കുറേ ആടുകളും ആ ആട്ടിനെ കാണാൻ എത്തിയ ഞങ്ങളും ഈ ഒരു നിമിഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിങ്സാണ് മനസ്സിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞ് തണുത്തുറഞ്ഞു പോകുന്ന വെള്ളമാണ് ഈ നിങ്ങൾ കാണുന്നത്. ചെറിയ ചെറിയ നദികളൊക്കെ ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തുണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റേ എടുത്തൊരു വീടാണിത്. ഹോം സ്റ്റേ ആണ് എടുത്തത്. മനോഹരമായിട്ടുള്ളൊരു ഹോം സ്റ്റേ തന്നെയായിരുന്നു. ഇവിടെ 2 കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. മനോഹരമായ കാഴ്ചകളാണ് ഈ ഒരു ഹോം സ്റ്റേയുടെ മുന്നിലൊക്കെ ഉള്ളത്. തന്നെ അവർ തന്നെ ഇവിടെ അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് ഗോതമ്പാണ് അവർ കൃഷി ചെയ്തിട്ടിരിക്കുന്നത്. അവരെ മഞ്ഞുകാലത്ത് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതെല്ലാം പുതിയ കാഴ്ചകളാണ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. പിന്നെ ഒത്തിരിയേറെ കാഴ്ചകൾ ഇവിടെ ഉണ്ട്. മലനിരകളും ഈ ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ലൊക്കേഷനും സ്വർഗത്തിലാണ് ഇവർ ജീവിക്കുന്നത് എന്നുള്ളൊരു പ്രതിനിധി ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നു. അപ്പം ഇവിടുത്തെ കുട്ടികളെ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ. ഞങ്ങളോട് ഒരു ദിവസം ഇവിടെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ കുട്ടികളോടും യാത്ര പറഞ്ഞ് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. നെക്സ്റ്റ് ഇയർ ഐ കം. ഓക്കെ, ബൈ. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളും മറ്റും നൽകിയ കർത്തുങ്കല പാസിനോടും ആ ഒരു ചെറിയൊരു വീട്ടിലെ ഹോം സ്റ്റേയോടും ഒക്കെ വിട പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പാങ്കോങ്ങിലേക്കും ബാക്കിയുള്ളതെല്ലാം തുടരെയുള്ള വീഡിയോസിൽ വരും. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.